എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട അതിക്രൂരയായ ഒരു വനിതാ കൊലയാളിക്ക് നമ്മുടെ മന്ത്രിസഭ, പ്രത്യേകിച്ച് നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭ എല്ലാ രീതിയിലുള്ള ഒത്താശ ചെയ്ത് അവർക്ക് പരമാവധി ഇളവ് നൽകി പുറത്തേക്ക് വിടുന്ന ഒരു വളരെ വേദനാജനകമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കർ കാർണവർ വധക്കേസ്. അത് വളരെ പ്രമാദമായൊരു സംഭവം തന്നെയാണ്. അതായത് ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏറ്റവും നല്ലൊരു ഫാമിലി, അത് നല്ല സ്റ്റേബിളായിട്ടുള്ള, നല്ല സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല ഉയർന്ന നിലയിലുള്ള ഒരു ഫാമിലി, അമേരിക്കൻ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഭാസ്കർ കാർണവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മകന് അല്പം ശാരീരിക ക്ഷമത കുറവുണ്ടായിരുന്നു. അപ്പം ആ മകനെ വിവാഹം കഴിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സാധാരണ ഒരു സാധു കുടുംബത്തിലെ നിന്നുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ള ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ഷെറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും, ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു, അങ്ങനെ ആ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും, എന്നാൽ ഈ ഷെറിൻ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു എന്നുള്ളത് അതിന് ശേഷമാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് ശേഷം ഈ ഷെറിനെയും മകനെയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ചെന്ന് കുറച്ച് നാൾ താമസിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വർക്ക് സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ഏൽപ്പിച്ചിരുന്നു. അവിടെ മോഷണം എന്തോ നടത്തി അവിടെ പ്രതിയാക്കപ്പെട്ടു. കുറച്ച് ദിവസം എന്തോ ജയിലിൽ കിടന്നു എന്നുള്ളതാണ് അറിവ്. അതിനുശേഷം ഇദ്ദേഹം തന്നെ, ഈ ഭാസ്കർ കാർണവർ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ അവിടുന്ന് ആ കേസിൽ നില ഒഴിവാക്കി ഈ മകനെയും മകൻ്റെ ഭാര്യനെയും കൂടെ നാട്ടിലേക്ക്, ചെങ്ങന്നൂരിലേക്ക് തന്നെ വീട് പറഞ്ഞു വിട്ടു. ഇവിടെ വന്നതോടുകൂടി ഈ ഷെറിൻ എന്ന ആ ക്രൂരയായ സ്ത്രീ വീണ്ടും അവരുടെ നീചപ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഈ ഭാസ്കർ കാർണവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കയിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു, നാട്ടിലേക്ക് പോന്നു, മകനോടൊപ്പം ഇവിടെ ജീവിക്കാനാക്കുകയായിട്ട്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി ഈ മരുമകളായ ഷെറിൻ എന്ന ക്രൂരയായ സ്ത്രീയുടെ പല വഴിവിട്ട ബന്ധങ്ങൾ, അതായത് അവർക്ക് ഈ സമൂഹത്തിലുള്ള ഏറ്റവും ക്രൂരരും ക്രിമിനലുകളും ഗുണ്ടകളും മാഫിയകളുമായി പ്രവർത്തിക്കുന്ന പല വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ ഇദ്ദേഹം ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി, അതിക്രൂരമായി കൊലപ്പെടുത്തി. അക്കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം മാവേലിക്കര സെഷൻസ് കോടതി ഈ ഷെറിൻ എന്ന ഈ സ്ത്രീയെ 3 ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. അതോടൊപ്പം ഉണ്ടായിരുന്ന പ്രതികൾക്കൊക്കെ 2 ജീവപര്യന്തം തടവിന്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൾ ജയിലിലായെങ്കിൽ പോലും കൂടെ ഇവൾ ഇതിനോടകം ഏകദേശം ഒരു 7-8ഓളം പ്രാവശ്യം പരോളിൽ തന്നെ ഇറങ്ങി വളരെ കാലം പുറത്തൂടെ നടന്നു. ഇതിനെല്ലാം ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു ഉന്നതനായൊരു മന്ത്രി തന്നെ ഇടപെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എത്ര നികൃഷ്ടമാണ്, എത്ര ആഭാസമാണ്, എത്ര അശ്ലീലമാണ്. അതിനേക്കാളുപരി ഇപ്പോൾ ഒരൊറ്റ ജീവപര്യന്തം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജയിൽ ഉപദേശക സമിതി, കണ്ണൂരുള്ള ജയിൽ ഉപദേശക സമിതി, അത് കൂടുതൽ CPMൻ്റെ പ്രതിനിധികളൊക്കെയാണ് അതിനകത്തുള്ളത്, അവർ ഇവൾക്ക് ഇളവ് നൽകാം എന്ന് ശുപാർശ കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവിടെ മന്ത്രിസഭ ഒറ്റക്കെട്ടായിട്ട്, പിണറായി വിജയൻ മന്ത്രിസഭ തന്നെ ഇത്രയും, അതായത് കേരളം കണ്ട ഏറ്റവും ക്രൂരയായ വനിതാ കൊലയാളിക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തുകൊണ്ട് അവൾക്ക് ശിക്ഷാ ഇളവിന് അനുമതി കൊടുക്കുന്നു. ആ അനുമതി ഗവർണറുടെ മുമ്പിലേക്ക് അയച്ചപ്പോൾ ഗവർണർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം ഭരണഘടനാ തലവനാണല്ലോ ഗവർണർ. അദ്ദേഹം അതിനകത്ത് കുറച്ചും കൂടെ ഒരു വ്യക്തത വരുത്താനായിട്ട് കുറേ കാര്യങ്ങളുടെ ക്ലാരിറ്റി എല്ലാം ചോദിച്ചിരുന്നു. അതിനെല്ലാം സംസ്ഥാന സർക്കാർ തന്നെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും
അതിക്രൂരയായ ഒരു വനിത കൊലയാളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പരമപരിശുദ്ധിയായ സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിലേക്ക് വരുത്തത്തക്കവണ്ണം സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്ത് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടു അവളെ പുറത്തേക്ക് തുറന്നു വിട്ടിരിക്കുന്നു. എന്തൊരു ക്രൂരതയാണ്! അങ്ങനെയൊക്കെ ആണെങ്കിൽ അവളെക്കാൾ എത്രയോ അർഹതപ്പെട്ട എത്രയോ വനിതാ തടവുകാർ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. അതായത് 20 വർഷവും 25 വർഷവും ആയ അനാരോഗ്യമായിട്ടുള്ളവർ, അതുപോലെ തന്നെ കണ്ണ് കാണാൻ പാടില്ലാത്തവർ, മറ്റ് സഹായങ്ങൾ കുറവുള്ളവർ, അവരെയൊക്കെയാണ് തുറന്നുവിടേണ്ടത്. പക്ഷേ അവരാരെയും തുറന്നു വിടുന്നില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും തുറന്നു വിടാൻ പാടില്ലാത്ത ഇത്രയും ക്രൂരയായ ഈ കൊലയാളി സ്ത്രീക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഒത്താശ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പരം ആഭാസം എന്തുണ്ട്, അശ്ലീലം എന്തുണ്ട്? ഇതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ നിന്നുണ്ടാവേണ്ടത്? ഇതാണോ സാധാരണ പാവപ്പെട്ടവരുടെ സർക്കാർ? ഇതൊക്കെയാണോ ഈ സർക്കാരുകൾ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കാരാണ് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിൽ ഇത്തരം ഒരു ആഭാസക്കാരിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തുമായിരുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വെറും അണികളായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ വരുന്നത് സാധാരണ ഈ കേരളീയർക്ക് തന്നെ, മലയാളികൾക്ക് തന്നെ അപമാനമാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളകത്ത് ഇതുപോലെയൊക്കെ ചെയ്യുന്ന സർക്കാരുകൾക്കൊക്കെ എതിരെ ഞാൻ പറയുന്നത്, ഇവിടുത്തെ പ്രതിപക്ഷങ്ങളൊന്നും ഇതിനെതിരെ ശബ്ദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങളായ, പ്രത്യേകിച്ച് CPM-ലെ അണികൾ, DYFI-ലെ അണികൾ, CI2-ലെ അണികൾ, SFI-ലെ അണികൾ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പ്രവൃത്തി 1% ന്യായീകരിക്കാവുന്നതാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക, വിലയിരുത്തുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.